ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യുണീക് ഫെദർ. നമ്മളിന്ന് എത്തിയിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ചാപ്റ്റർ 5 ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പ് 7 തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 ടൂളോളം നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവ് ടൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്ക് ടൂളിനെ കുറിച്ചും അതിൻ്റെ ഈ ഒരു കണ്ടന്റുകളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസോ ടൂൾ എന്നുള്ള ആ ഒരു പോർഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മാജിക് വാൻഡ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടൂളും പിന്നെ അതുപോലെ തന്നെ ക്രോപ്പ് ടൂളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൂം ബട്ടൺ ടൂളും നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ചാപ്റ്ററുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയിന്റ് ബക്കറ്റ് ടൂളും ഗ്രേഡിയൻറ്റ് ടൂളും. ഈ 2 ടൂളുകളാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന മറ്റൊന്നെന്ന് പറയുമ്പോൾ എറൈസർ ടൂളിനെ കുറിച്ചും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ടൂളുകളാണ് നമ്മളിന്ന് ചെയ്യുന്നത്, പെയിന്റ് ബക്കറ്റ് ടൂളും എറൈസർ ടൂളിൻ്റെ. പെയിന്റ് ബക്കറ്റ് ടൂളിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതായത് ഗ്രേഡിയൻറ്റ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ടൂളുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പെയിന്റ് ബക്കറ്റ് ടൂൾ തന്നെയാണ്. അപ്പോൾ അതിന് മുൻപ് ഞാനിവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും ലെയറിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ പെയിൻറ്റ് ടൂൾ എടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ടൂളിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 2 കളറുകളാണ്, ഒന്ന് പ്രൈമറി കളറും ഒന്ന് സെക്കൻഡറി കളറും. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് ഈ കളർ സെലക്ഷനും കൂടിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ കളർ സെലക്ഷനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്നും കളറിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള പല ടൈപ്പിലുള്ള കളറുകൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതല്ല, നിങ്ങൾക്ക് ഒരു കളറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റേഷ്യോ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് നിന്നും നിങ്ങൾക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും എടുക്കാൻ സാധിക്കും. അതായത് ബ്ലാക്ക്, റെഡ്, അതിൻ്റെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കളർ ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിവിടെ ഒരു കളർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു കളർ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ആ കളറായിരിക്കും എനിക്കിവിടെ പ്രൈമറി ആയിട്ടുള്ള കളറായിട്ട് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ ഈ പെയിൻറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മളെ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട്. ഇപ്പോൾ ഇതിനകത്ത് സെലക്ഷൻ ഒന്നുമില്ല, ലെയർ 1 ഫുള്ളായിട്ട് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ഞാനിവിടെ ഒരു സെലക്ഷൻ കൊടുത്ത ശേഷം ആ ഒരു റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ ഉപയോഗിച്ച് അതിനകത്ത് പെയിൻറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെലക്ഷൻ അകത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോർഷനിലോ കളർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. ഓരോ സിംഗിൾ കളേഴ്സിനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കളർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇങ്ങനെ രീതിയിൽ ഫുള്ള് കളർ ചെയ്ത് കവർ ചെയ്യാനായിട്ട് നമുക്ക് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡിയൻറ്റ് ടൂളിനെ കുറിച്ചാണ്. ഗ്രേഡിയൻറ്റ് ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിലധികം കളർ, 2ഓ അതിലധികമോ കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ആർട്ട് വർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വർക്കിനെയാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രേഡിയൻറ്റ് വർക്കാണ് നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻറ്റിനകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു കളർ കോമ്പിനേഷൻ, അതായത് റെഡും വൈറ്റും കൂടിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 കളറുകളുടെ ഒരു കോമ്പിനേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഒരു റെഡും പിന്നെ ഒരു വൈറ്റുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് ഓരോ നോഡ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോയിന്റുകൾക്കനുസരിച്ചായിരിക്കും ഇവിടെ നമുക്ക് കളർ കോമ്പിനേഷൻ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഓൾറെഡി ഇവിടെ കുറച്ച് സേവ്ഡ് ആയിട്ടുള്ള കളേഴ്സ് കോമ്പിനേഷൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഫോട്ടോഷോപ്പിൻ്റെ തന്നെ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാനൊരു കളർ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഓറഞ്ച് യെല്ലോ കോമ്പിനേഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പർപ്പിള്, പിന്നെ പർപ്പിൾ ഓറഞ്ച് കളറിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മഴവില്ലിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പല കളറുകളുടെ ഇതിനകത്ത് തന്നെ സേവ്ഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെടുത്ത ശേഷം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നമുക്കൊരു ലൈൻ കിട്ടും. ആ ഒരു ലൈൻ്റെ നീളം ഈ ഒരു ഡ്രാഗ് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡ്രാഗ് ചെയ്യുന്നതിൻ്റെ ലൈൻ്റെ നീളത്തിനനുസരിച്ചായിരിക്കും ഇതിനകത്ത് ഡിസൈൻ വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ചെറിയ ലൈനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഇവിടെ ഡിസൈൻ ക്രിയേറ്റ് ആവുന്നത്. കുറച്ച് ലെങ്തിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സൂമിൻ ആയിട്ടായിരിക്കും നമുക്ക് ആ കളർ കോമ്പിനേഷൻ ലഭിക്കുന്നത്. ഇനി ഇതിനകത്ത് മറ്റൊരു ഡിസൈൻ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടിരിക്കുന്ന പ്ലേസിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു 5 ഡിസൈൻ നമുക്കിവിടെ ഓൾറെഡി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു 5 ഡിസൈനുകളിലായിരിക്കും നമുക്കിവിടെ നിന്നും ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ഡിസൈനുകളാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഈ ഡിസൈൻ ഒന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു വേയിൽ 2 കളർ, ഒരു സിംഗിൾ കളർ കോമ്പിനേഷൻ്റെ
ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 കളറുകൾ, ഒരു ഗ്രീനും ഒരു റെഡും അനുസരിച്ചുള്ള 2 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അതെങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ഡ്രാഗ് ചെയ്ത് ലൈൻ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഇവിടെ ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരേ രീതിയിൽ മെർജ് ചെയ്ത് ആയിരിക്കും വന്നിരിക്കുന്നത്. റെഡ്, ഗ്രീൻ എന്നിങ്ങനെ ഉള്ള 2 കളറുകളും മെർജ് ചെയ്തുകൊണ്ട് ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡിസൈൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സെൻറ്റർ പോയിന്റ് എടുത്തുകൊണ്ട് ഒരു സ്റ്റാർ കണക്ക് ഇപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. ഇത് ഡ്രാഗ് ചെയ്യുന്ന വലുതാക്കുന്നതിനനുസരിച്ച് ആ രീതിയിൽ നമുക്ക് അതിൻ്റെ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഇപ്പം എങ്ങനെ ഗ്രേഡിയൻറ്റ് വേണമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു 3D ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈനാണ് അടുത്തത് വരുന്നത്. ഗ്രേഡിയൻറ്റ് ടൂളിനകത്ത് മൂന്നാമതായിട്ട് വരുന്നത് ഒരു 3D ഷേപ്പിൽ വരുന്ന ഡിസൈൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ലൈൻ ഷേപ്പിലായിരിക്കും. നാലാമതായിട്ട് ഇവിടെ ഒരു ലൈൻ ഷേപ്പിലാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കളർ ലൈൻ ഇട്ടുകൊണ്ട് ഉള്ള ഡിസൈൻ വരുന്നത്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്റ്റാർ അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ പോർഷനിൽ ഒരു ആ ഒരു രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്തെടുക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ആ ഒരു രീതിയിൽ ഇതിനകത്ത് കവറപ്പ് ആവുന്നത്. ഇപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി കളർ കോമ്പിനേഷനെ കുറിച്ച് തന്നെ പറയുകയാണ്. ഇതിനകത്തിപ്പോൾ നമുക്ക് ഈ ഒരു അളവ് കൂടാതെ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ മാറ്റിക്കൊണ്ട് പുതിയ ഒരു കോമ്പിനേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കളർ കോമ്പിനേഷൻ സൈഡിൽ നമുക്ക് ഒരു നോഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന പോയിന്റുകളെ നമുക്ക് ഓരോ നോഡായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഈ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ കളറുകളും ചേഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ അവിടുന്ന് പുതിയ ഒരു കളർ കോമ്പിനേഷൻ ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ നോക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ ഒരു 3 കളറുകളും ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 3 കളറുകളും ചേഞ്ച് ചെയ്ത് വേറെ പുതിയ 3 കളറുകളെ കൊടുത്തുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിവിടെ സേവ് ചെയ്തും വെക്കാൻ സാധിക്കും. ഈ ഒരു കളർ ഇപ്പം പേര് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ഞാനിവിടെ ന്യൂ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാമ്പിൾസിൽ തന്നെ ഇത് ഗ്രേഡിയൻ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്കിവിടെ അടുത്ത തവണ തൊട്ട് നമുക്ക് ലോഡ് ചെയ്ത് ഇവിടുന്ന് ലോഡ് ഓപ്ഷൻ കൊടുത്ത് ഈ കാണുന്ന സാമ്പിൾസിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു കളർ എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ നമുക്ക് ജസ്റ്റ് അതൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഗ്രേഡിയൻറ്റ് അൺടൈറ്റിൽഡ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ കാണുന്നതാണ് ഗ്രേഡിയൻറ്റ്. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കളർ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇനി ഞാനിത് എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു രീതിയിൽ കളർ കോമ്പിനേഷൻ ചെയ്തുകൊണ്ട് ആ ഒരു ഗ്രേഡിയൻറ്റ് കളർ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ പേജിൽ. ഇത് നമ്മുടെ പേജിൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ സെലക്ഷൻ പോർഷനുകളിലും നമുക്ക് ഈ ഒരു കളർ തന്നെ ഇതിങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ സെലക്ഷൻ പാത്തുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗ്രേഡിയൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എറൈസർ ടൂളിനെ കുറിച്ചാണ്. എറൈസർ ടൂളിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ഈ ഫയൽ ക്ലോസ് ചെയ്തിട്ട് പുതിയ ഒരു ഇമേജ് എടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ എറൈസർ ടൂൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എറൈസർ ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് പോർഷനാണോ ലെയറിനെയാണ് കൂടുതലായിട്ട് നമ്മൾ എറൈസ് ചെയ്യുന്നത്. എറൈസർ ടൂൾ ഇവിടെ 3 ഡിഫറൻറ്റ് എറൈസർ ടൂളുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് എറൈസർ ടൂൾ, പിന്നൊന്ന് ബാക്ക്ഗ്രൗണ്ട് എറൈസർ ടൂൾ, പിന്നൊന്ന് മാജിക് എറൈസർ ടൂൾ. എറൈസർ ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലെയർ സെലക്ട് ചെയ്തിരിക്കുന്ന ലെയറിലുള്ള അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് വർക്കാണോ എറൈസ് ചെയ്യാനുള്ളത് ആ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ നിന്നും എറൈസ് ചെയ്ത് കളയാൻ സാധിക്കും. ഇവിടെ നിന്നും ബ്രഷ് അതിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഷ് ഇവിടെ സെലക്ട് ചെയ്യാൻ ഇതെടുക്കാൻ സാധിക്കും. ഈ ഒരു ബ്രഷിൻ്റെ ഹാർഡ്നെസ്സും അല്ലെങ്കിൽ ഡയമീറ്ററും എല്ലാം നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് വലുതും ചെറുതും ആക്കിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു സൈസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബ്രഷ് ടൈപ്പുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ബ്രഷ് നമുക്ക് ഇവിടെ അവൈലബിൾ, പല ടൈപ്പിലുള്ള ബ്രഷുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ആ ഒരു രീതിയിൽ നമുക്കിത് വലുതാക്കിയും ചെറുതാക്കിയും നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ടൈപ്പിൽ എറൈസ് ചെയ്ത് മാറ്റാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബ്രഷിൻ്റെ മോഡും ഇവിടെ ഉണ്ട്. പെൻസിൽ, ബ്ലോക്ക്, അങ്ങനെ പെൻസിൽ ടൈപ്പിലും നമുക്ക് എറൈസ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ബ്രഷ് ടൈപ്പിലും നമുക്ക് എറൈസ് ചെയ്ത് കളയാം. ബ്ലോക്ക് ഷേപ്പിലും നമുക്ക് ഇവിടെ നിന്നും എറൈസ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഓപ്ഷൻ ബാറിൽ ഇതിനെല്ലാമുള്ള ഓരോ ടൂളുകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രഷ് മാറ്റിയിട്ട് ഞാനിപ്പം ബ്രഷ് ആക്കുകയാണ്. ബ്രഷിനകത്ത് തന്നെ ഇതിൻ്റെ ഒപ്പോസിറ്റിയും ഫ്ലോയും എല്ലാം കുറച്ചും കൂട്ടിയും നമുക്കിവിടെ നിന്നും ആ ഒരു രീതിയിൽ അതിൻ്റെ ആ ഒരു ഹാർഡ്നെസ്, എറൈസ് ആവുന്നതിൻ്റെ ഹാർഡ്നെസ് കുറച്ചും കൂട്ടിയും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ എഡ്ജ് 2 പിക്ചേഴ്സ് തമ്മിൽ മെർജ് ആവുന്ന ഭാഗങ്ങളിൽ നമുക്കത് എഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് എറൈസ് ചെയ്ത് ഇങ്ങനെ മെർജ് ആക്കി എടുക്കാൻ സാധിക്കും ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ എറേസർ ടൂൾ കൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വർക്ക് എറേസ് ചെയ്യാനും യൂസ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂളാണ് വരുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മെയിൻ കോമൺ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന വർക്കല്ല എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇതിനകത്ത് വർക്കല്ല ഇവിടെ എറേസ് ആവുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇവിടെ എറേസ് ആയി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു പിക്സൽ എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിക്സലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഓരോ വർക്കും ആഡാവുന്നത് പിക്സലുകളിലേക്കാണ്. ഈ കാണുന്ന ചെറിയ കളങ്ങളെയാണ് പിക്സൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് ഫോട്ടോഷോപ്പിൽ പിക്സൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഫോട്ടോഷോപ്പിൽ 1 ഇഞ്ചിൽ 300 എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ഇവിടെ പിക്സൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പിക്സൽ. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാജിക് എറേസർ ടൂൾ. ഈ മാജിക് എറേസർ ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ തവണ മാജിക് വാൻ ടൂൾ പഠിച്ചു. അതേ ഓപ്ഷൻ തന്നെയാണ് മാജിക് എറേസർ ടൂളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു കളർ സ്പെസിഫിക് ആയിട്ടൊരു കളർ എടുത്തിട്ടുണ്ട്. മാജിക് വാൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതേ ഓപ്ഷൻ തന്നെയാണ് മാജിക് എറേസർ ടൂൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യുന്നതിനെ എറേസ് ചെയ്ത് കളയുകയാണ്. സിംഗിൾ കളേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം സെലക്ഷന് പകരം എറേസ് ആണ് ആയി പോകുന്നത്. ഇപ്പോൾ ഈ ഒരു കളറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു അത്രയും ഭാഗത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എറേസ് ആയി പോവുകയാണ്. ഇതാണ് മാജിക് എറേസർ ടൂളിൻ്റെയും പ്രത്യേകത. അപ്പോൾ മാജിക് വാൻ ടൂൾ, മാജിക് എറേസർ ടൂൾ എന്നിവയുടെ വർക്കിംഗ് ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിലും ഒരേ രീതിയിലായിരിക്കും ഇതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ അവൈലബിൾ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പെയിൻറ് ടൂള്, ഗ്രേഡിയൻ ടൂള്, പിന്നെ എറേസർ ടൂളിനെ കുറിച്ചും നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഞങ്ങളുടെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വി വിൽ ബാക്ക് യു സൂൺ. സൈനിങ് ഓഫ്.